ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്രിവിയൻ ട്രാവലോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അരുണാചലിലേക്കാണ്. ആസാമിൽ നിന്ന് അരുണാചലിലേക്ക് പോണ ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വണ്ടി നമ്പർ, ഇ പാസ്, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം കൊടുത്ത് വെരിഫൈ ചെയ്യണം. അപ്പോൾ അരുണാചലിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ പാസ് എടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം. ഡയറക്റ്റായിട്ട് അരുണാചൽ ഗവൺമെൻറ് സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങൾ, എത്ര ദിവസത്തേക്കാണ് വേണ്ടത് എന്നൊക്കെ ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇ പാസ് കിട്ടും. ഞങ്ങൾ 14 ദിവസത്തേക്കാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1000 രൂപയായി. ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ ഇങ്ങനത്തെ വഴികളാണ്. ഇടയ്ക്കിടയ്ക്ക് റോഡ് പണിയും നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ ചെറുതായിട്ട് നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത ശേഷം ഞങ്ങളൊരു കടയിൽ ചായ കുടിക്കാനായിട്ട് നിർത്തി. നല്ല തിക്കായിട്ടുള്ള പാലുകൊണ്ടുള്ള ചായയായിരുന്നു. അവിടുന്ന് താഴേക്ക് നോക്കിയാൽ ഞങ്ങൾ വന്ന വഴികളൊക്കെ ഞങ്ങൾക്ക് കാണാമായിരുന്നു. അവിടുന്ന് ചായയൊക്കെ കുടിച്ച് 5-10 മിനിറ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അരുണാചലിലെ ദിറാങ്ങിലാണ്. ഞങ്ങൾക്ക് ഇനിയും ഏകദേശം ഒരു 130 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. മലയ്ക്ക് ചുറ്റുമുള്ള വഴികളായതുകൊണ്ട് തന്നെ 4 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. ഇവിടെ നേരെ 5:30 ആകുമ്പോഴേ ഇരുട്ട് പരക്കും. ചെറിയ രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇടയ്ക്കൊരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. അവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് റൈഡേഴ്സിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. അവർ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളവരായിരുന്നു. അവർ തവാങ് കണ്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. തവാങ്ങിലൊരു സ്റ്റേയുടെ നമ്പറും ഞങ്ങൾക്ക് അവർ തന്നു. അവർ ഞങ്ങളുടെ അടുത്ത് കേരളത്തിൽ നിന്ന് അരുണാചൽ വരെയുള്ള ഡൊമിനാർ യാത്രയെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ നിന്ന് അങ്ങോട്ട് തണുപ്പ് കൂടി വരികയായിരുന്നു. തണുപ്പ് നല്ല രീതിയിൽ അനുഭവപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു ചായക്കടയിൽ നിർത്തി. അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഒരു 5-10 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തു. ഇനി ഞങ്ങൾക്ക് ഈ തണുപ്പത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ കയ്യിൽ സർജിക്കൽ ഗ്ലൗസ്, അതിന് മേളിൽ വിൻ്റർ ഗ്ലൗസ്, അതിന് മേളിലാണ് റൈഡിങ് ഗ്ലൗസ് ഇട്ടത്. തണുപ്പ് അത്രയും അധികമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ദിറാങ് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര തുടർന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നേരെ ഇരുട്ട് വരക്കുകയും തണുപ്പ് നല്ല രീതിയിൽ കൂടുകയും ചെയ്തു. ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയാൽ ഞങ്ങൾക്ക് കൈയും കാലും കൂടെ അനക്കാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ വണ്ടി ഇടയ്ക്കിടയ്ക്ക് എങ്ങും നിർത്തിയില്ല. ദിറാങ്ങിൽ ഞങ്ങൾ നേരത്തെ ഒരു ഹോം സ്റ്റേയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോംഡില എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്തു. അങ്ങനെ തണുത്ത് വിറച്ച് ഏകദേശം ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ ദിറാങ്ങിൽ എത്തിച്ചേർന്നു. ഇവിടുന്ന് നാളെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോണത് നമ്മളെ തവാങ്ങിലേക്കാണ്. ബാക്കി വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.